കുടുംബത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് എപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും അത് നിങ്ങൾ തീരുമാനിക്കും. അതിപ്പോ രാത്രി 1 മണിക്കാണെങ്കിലും വെളുപ്പിന് 3 മണിക്കാണെങ്കിലും ഉച്ചയ്ക്ക് 2 മണിക്കാണെങ്കിലും രാത്രി 7 മണിക്കാണെങ്കിലും തമ്പുരാൻ അതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ നിർബന്ധമാക്കണം, വീട്ടിൽ ദൈവത്തെ വിളിക്കുന്ന സമയം നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വിളിക്കണം. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും അങ്ങനെയല്ല, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു ഒരേ ഹൃദയത്തോടെ ഒരേ ഐക്യത്തോടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപ്പോൾ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ദൈവം വർഷിച്ചു, പുതുവീഞ്ഞ് നൽകി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സംഭവിച്ചത് ആ പുതുവീഞ്ഞിന്റെ അനുഭവം. അപ്പൊ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയോ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ വിളിക്കുമ്പോഴും സംഭവിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന പുതുവീഞ്ഞിന്റെ അനുഭവത്തിലേക്ക് ദൈവസ്നേഹം ഒഴുകി അവിടെ പുതുവീഞ്ഞുണ്ടാകുകയും പുതിയ തോൽക്കുടങ്ങൾ രൂപം കൊള്ളാൻ നമ്മൾ അനുവദിക്കണം. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ എപ്പോ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കുടുംബത്തിൽ അപ്പനും അമ്മയും മകനും മകളും ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ.